എന്തുകൊണ്ടാണ് സർക്കാർ ജീവനക്കാരെ ജനങ്ങൾ വെറുക്കുന്നത്? എന്തുകൊണ്ടാണ് ഓട്ടോറിക്ഷക്കാരെ ജനങ്ങൾ വെറുക്കുന്നത്? എന്തുകൊണ്ടാണ് പോലീസുകാരെ ജനങ്ങൾ വെറുക്കുന്നത്? എന്തുകൊണ്ടാണ് പണക്കാരെ ജനങ്ങൾ വെറുക്കുന്നത്? എന്തുകൊണ്ടാണ് സൗന്ദര്യമുള്ളവരെയും ജനങ്ങൾ വെറുക്കാറുണ്ട്? എല്ലാത്തരം പണമുള്ളവരെ വെറുക്കാറുണ്ട്. ജനങ്ങൾ വെറുക്കാത്ത ഒരു വിഭാഗം ഏതൊക്കെയാണ്? പറയും. ജനങ്ങൾ വെറുക്കാത്ത വിഭാഗം ചിലപ്പോൾ പറയും, ഓ, ഒരു നേരത്തെ ആഹാരം ഇല്ലാത്തവനെ ഞങ്ങൾ സ്നേഹിക്കുന്നു എന്ന്. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കലി വരും. നമ്മൾ താഴെയുള്ളവരെയാണ് നമ്മൾ വെറുക്കാതിരിക്കുന്നത്. നമ്മൾ ആക്ച്വലി നമ്മുടെ വെറുപ്പ് ഇങ്ങനെ ആകരുത് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മളുടെ താഴെയുള്ളവനോട് സഹതാപവും മുകളിലുള്ളവനോട് അസൂയ എന്നുള്ളതാണ് നമ്മുടെ ഡിഫോൾട്ട് പ്രോഗ്രാം. അത് മനസ്സിലായോ? ദോസ് ഹു ആർ ഡൗൺ ആൻഡ് ബിലോ യു, യു ആർ ക്വയറ്റ്. ഒന്നുകിൽ യു ഹാവ് ഈദർ സിമ്പതി ഓർ കണ്ടംപ്റ്റ് ഫോർ ദോസ് പീപ്പിൾ. ഒന്നുകിൽ അവജ്ഞ അല്ലെങ്കിൽ സഹതാപം. അതാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ മുകളിലുള്ളവരോട് ഒന്നുകിൽ ആരാധന അല്ലെങ്കിൽ ഇൻടോളറൻസ്. നിങ്ങൾക്ക് ഇഷ്ടമല്ല. ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ തിരിയുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് ഇതില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ അടുത്തുള്ള വീട്ടിലുള്ള ഒരാൾക്ക് ലോട്ടറി അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. പക്ഷെ ഇതേ ലോട്ടറി വല്ല ജാർഖണ്ഡിലും അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ഒരു പ്രശ്നമില്ല. നിങ്ങളിത് അറിയുന്ന പോലില്ല. ഇതാണ് നിങ്ങളുടെ നിലപാടുകളും നീതിയും പോരാട്ടവും ഒക്കെ തീരുമാനിക്കുന്നത് നിങ്ങളുടെ കൊച്ചു കൊച്ചു ഇത്തരം മോഡുകൾ, മെന്റൽ മോഡുകളാണ് എന്ന് മനസ്സിലാക്കുക. സർക്കാർ ജീവനക്കാരെ ജനങ്ങൾ വെറുക്കുന്നതിന്റെ കാര്യമുള്ള, സർക്കാർ ജീവനക്കാർ പണിയൊന്നും എടുക്കുന്നില്ല, അവർ ഭയങ്കര അഴിമതിക്കാരാണ്, അവർക്ക് ഒരുപാട് ശമ്പളം കിട്ടുന്നുണ്ട്, ഇങ്ങനെ കുറെ സാധനങ്ങൾ ഉള്ള പ്രിജുഡീസസും വാസ്തവവും അവാസ്തവമായിട്ടുള്ള കുറെ സാധനങ്ങളാൽ സെറ്റ് ചെയ്ത ഒരു പൊതുബോധമുണ്ട്. അതുകൊണ്ട് സർക്കാർ ജീവനക്കാരെ ഇഷ്ടമല്ല. അല്ല, സർക്കാർ ജീവനക്കാരെ ഒരുത്തനും ഇഷ്ടമല്ല താനും. പക്ഷെ സർക്കാർ ജീവനക്കാരനാകാനായിട്ട് മരിക്കാനും തയ്യാറാണ് ജനങ്ങൾ. സർക്കാർ ജീവനക്കാർക്കെതിരെ കോര എഴുതി തള്ളുന്ന മിക്കവാറും ആളുകളെയൊക്കെ ഞാൻ കാണാറുണ്ട്. അവരെല്ലാം തന്നെ കഴിഞ്ഞ PSC ടെസ്റ്റ് എഴുതിയിട്ട് പുറത്തിറങ്ങിയപ്പോൾ മുട്ടിന്റെ ചിരട്ട വീണ് പൊട്ടി എന്നൊക്കെ പറയുന്ന ടീമുകളാണ് കൂടുതലും. അതിലെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ. കല്യാണത്തിലിരിക്കുന്ന, വിവാഹത്തിലിരിക്കുന്നവർക്കെല്ലാം ഡിവോഴ്സ് വേണം. ഡിവോഴ്സ് അയ്യോ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് ചാടി പുറത്ത് വന്നിട്ട് പിറ്റേന്ന് ചോദിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത്, ഒരു അടുത്ത ഒരു കല്യാണം എന്ന് ചിന്തിക്കുന്ന ടീമുകൾ ആണ് നമ്മൾ കൂടുതൽ. ഇതേപോലൊക്കെ ഉള്ളു. ഇതൊരു മെന്റൽ മേക്കപ്പിന്റെ വിഷയമാണ്. സർക്കാർ ജീവനക്കാരെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങളാണ് സർക്കാർ ജീവനക്കാരാവുന്നത്. സർക്കാർ ജീവനക്കാരല്ലാത്തവരാണ് സർക്കാർ ജീവനക്കാരാവുന്നത്. എന്നിട്ട് സർക്കാർ ജീവനക്കാരെ വെറുക്കുക. പ്രത്യേകിച്ച് അതിനകത്ത് വലിയ മഹത്വമൊന്നും ഞാൻ കാണുന്നില്ല. എന്നാൽ ഈ സർവീസ് കാര്യക്ഷമമാക്കുക, അത് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഓക്കെ, അത് വേറൊരു സംഗതിയാണ്. അല്ലാതെ ഓട്ടോക്കാരെ ആർക്കും ഇഷ്ടമല്ലല്ലോ. ഓട്ടോക്കാരും ഓട്ടോയും മരണവും ഒരേപോലെയാണെന്ന്. എപ്പോൾ വരുമെന്നറിയില്ല, എപ്പോൾ തിരിയുമെന്നറിയില്ല. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ലെഫ്റ്റിലേക്ക് തിരിയും, അപ്രതീക്ഷിതമായിരിക്കും. ഓട്ടോ ആൻഡ് മരണം ഓരോരോ മീമുകളാണ്. അത്ര ക്രൂരന്മാരാണ് ഓട്ടോക്കാര്. എന്നാൽ അതിനകത്ത് അങ്ങേ തലയ്ക്ക് നിൽക്കുന്ന ആളുകളും ഇങ്ങേ തലയ്ക്ക് നിൽക്കുന്ന ആളുകളും എല്ലാം ഉണ്ടാകും. പക്ഷെ ആക്ച്വലി അവരുടെ സോഫ്റ്റ്വെയർ ആണ് അവിടെയും പ്രശ്നം. ഈ യൂണിയനിസം എന്ന് പറയുന്ന സാധനം, നോക്കുകൂലീസ് എന്ന് പറയുന്ന സാധനം, ഒരുമിച്ച് കൂടുമ്പോൾ ആക്രമണം നടത്താനായിട്ടുള്ള ഒരു വാസന അല്ലേ. നമ്മള് കോളേജിലൊക്കെ ഞാൻ പോയ സമയത്തൊക്കെ, ഞാൻ SM കോളേജ് കൊല്ലം ആണ് പഠിച്ചത്. അവിടെയൊക്കെ ഒന്ന് എണ്ണിച്ചടക്കം വയ്യാത്ത കുട്ടികളൊക്കെ എത്തി അടിക്കുന്നതാണ് എതിരാളിയെ. ഒരു പാർട്ടിയുടെ ബലത്തിൽ, ഒരു ഗുണ്ടാ ഗ്രൂപ്പിന്റെ ബലത്തിലാണ് ഇത് ചെയ്യുന്നത്. അവനെ അല്ലാതെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ഡീസന്റ് ആയിരിക്കും.